നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ കുറേ നാളായി യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊന്നും ഇടാതെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ നേരം വൈകിയത്. അതിനെല്ലാവരും ക്ഷമിക്കുക. ഇനിയും നമ്മൾ നല്ല രീതിയിൽ വീണ്ടും വീഡിയോസുകളൊക്കെ ഇടാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഒരു നല്ലൊരു വിഭവം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പച്ചരി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ശർക്കര പായസം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായി നമ്മളിവിടെ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ നമ്മൾ വെള്ളമൊഴിച്ച് ഈ അരി നമ്മൾ അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് നമ്മൾ അടുപ്പത്ത് അരി കഴുകിയിട്ടത് അത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ട് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ശർക്കര പാനീയം ഒഴിക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങൾ ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. നമ്മൾ അടുപ്പത്ത് വെച്ച അരി നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. കാരണം പച്ചരി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം ഒരു 1-2 തിളയൊക്കെ തിളച്ച്, അല്ലെങ്കിൽ മാക്സിമം ഒരു 3 തിളയൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേനും പച്ചരി പെട്ടെന്ന് വേവും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ശർക്കര പാനീയം ഒഴിക്കാം. ശർക്കര പാനീയം ഒരു 3-4 കയ്യിൽ, വലിയ കയ്യിൽ ശർക്കര പാനീയം ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്കത് ചട്ടുകം വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ശർക്കര പാനീയം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നന്നായിട്ട് അത് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി അതിലേക്ക് നമുക്ക് നല്ല പരിശുദ്ധമായ പശു നെയ്യ് കുറച്ച് നമുക്ക് ഒഴിക്കാം. അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. ഇളക്കി നല്ല രീതിയിൽ വെള്ളം വറ്റി യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ നമുക്കിടാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചിടാം. അതുപോലെ തന്നെ ചുക്കുപൊടി, ജീരകപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായിട്ട് വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു പച്ചരി കൊണ്ടുള്ളൊരു നല്ലൊരു ശർക്കര പായസം നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കുറച്ച് നാളികേരം ചിരകിടാം. ഞാൻ നാളികേരം ചിരകിടുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ റെഡിയാക്കുന്നത്. നമ്മുടെ ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ശർക്കര പായസമാണ്. ഇത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭഗവാന് നേദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കും. വീടുകളിലാണെങ്കിൽ നമുക്ക് ചൂടോടുകൂടി അത് കഴിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള പായസമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കണം. എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.